നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. നമ്മോട് സഹായം ചോദിച്ചു വരുന്നവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? അവജ്ഞയോടെയാണോ നാം അവരെ കാണുന്നത്? സഹതാപത്തോടെയാണോ അവരെ കാണുന്നത്? അതോ ആദരവോടെയാണോ? ഇവിടെ രൂത്ത് ബോവാസിൻ്റെ അരികിൽ സഹായത്തിനായി ഒരു നേരത്തെ ആഹാരത്തിന് ധാന്യം ശേഖരിക്കുവാൻ വന്നിരിക്കുന്നു. എന്നാൽ ബോവാസ് അവളെ തികഞ്ഞ ആദരവോടെ നോക്കിക്കാണുന്നു. ബോവാസ് രൂത്തിനെക്കുറിച്ച് അന്വേഷണം നടത്തി യോഗ്യയാണ് എന്ന് മനസ്സിലാക്കി അവൾക്ക് ആവശ്യമായത് ഔദാര്യമായി നൽകുകയാണ്. തൻ്റെ ധാന്യം വിട്ടു നൽകുക മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തിൽ അവളെ അനുഗ്രഹിക്കുകയാണ്. നീ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം നിനക്ക് പ്രതിഫലം നൽകട്ടെ. ഒടുവിൽ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൈക്കൊള്ളുകയും ചെയ്തു. അപമാനിച്ച് അയക്കാവുന്ന സമയത്തും ഒരു അന്യദേശക്കാരത്തെ മാന്യമായി കൈക്കൊള്ളുകയാണ് ബോവാസ് ചെയ്തത്. നമ്മുടെ മുൻപിൽ സഹായഹസ്തവുമായി വരുന്നവരോട് ഉചിതമായി ഇടപെടുവാൻ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. Have the peace from our Lord Almighty.